ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, സമതല പ്രസംഗത്തിൻ്റെ 3-ാമത്തെ എപ്പിസോഡാണ് ഇന്നേ ദിവസം നാം ശ്രവിക്കുന്നത്. കർത്താവ് തൻ്റെ പ്രിയപ്പെട്ട അപ്പോസ്തലന്മാരോട് കൂടെ മല ഇറങ്ങി വന്നിട്ട് അവരോട് ആദ്യം പറയുന്നത് 4 അനുഗ്രഹങ്ങളെക്കുറിച്ചാണ്. അതാണ് ഫസ്റ്റ് എപ്പിസോഡ്. 2-ാമത്തെ എപ്പിസോഡ് പിന്നീട് പറയുന്ന 4 ദുരിതങ്ങളെക്കുറിച്ചാണ്. 3-ാമത്തെ എപ്പിസോഡിൽ നാം ഇന്ന് ശ്രവിക്കുന്നത് 4 നിർദ്ദേശങ്ങളെക്കുറിച്ചാണ്. അതെന്തിനു വേണ്ടിയാ? നീ എങ്ങനെ ഒരു അനുഗ്രഹമായിട്ട് മാറണം എന്നതിനെക്കുറിച്ചുള്ള 4 നിർദ്ദേശങ്ങളാണ്. അതിൽ പറയുന്ന കാര്യം എന്താണ്? 4 കാര്യങ്ങൾ. 1 സ്നേഹിക്കുക, 2 നന്മ ചെയ്യുക, 3 അനുഗ്രഹിക്കുക, 4 പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഇതിൽ ആദ്യം പറയുന്ന കാര്യം സ്നേഹിക്കുക എന്നുള്ളത് അതെല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യം, എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. ചിലതൊക്കെ നമ്മൾ സ്വന്തമെന്ന് കരുതി സ്നേഹിക്കും, ചിലതിനെയൊക്കെ നാം സ്വന്തമാക്കാൻ വേണ്ടിയും സ്നേഹിക്കും. എന്നാൽ ഇവിടെ ക്രിസ്തു പറയുന്ന കാര്യം അതിക്ക് മേലെയാണ്. നീ ശത്രുക്കളെ സ്നേഹിക്കുവിൻ എന്നുള്ളതാണ്. ആദ്യത്തെ 2 കാര്യവും നമുക്ക് വലിയ കുഴപ്പമില്ല. സ്വന്തമെന്ന് കരുതി സ്നേഹിക്കാനും സ്വന്തമാക്കാൻ വേണ്ടി സ്നേഹിക്കാനും ഒക്കെ നമുക്ക് എളുപ്പമാണ്. എന്നാൽ കർത്താവ് പറയുകയാണ്, നീ നിൻ്റെ ശത്രുക്കളെ സ്നേഹിക്കുവിൻ എന്ന്. അപ്പോൾ ശത്രു ആരാണ് എന്നുള്ളത് വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യം. ആരാണ് എൻ്റെ ശത്രു? എൻ്റെ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക്, ഉയർച്ചയ്ക്ക്, സ്വപ്നങ്ങളുടെ പൂർത്തീകരണത്തിനൊക്കെ തടസ്സമായിട്ട് നിൽക്കുന്നത് ആരാണോ അവരാണ് എൻ്റെ ശത്രുവായിട്ട് ഞാൻ പരിഗണിക്കുന്നത്, കാണുന്നത്. അങ്ങനെയെങ്കിൽ യഥാർത്ഥത്തിൽ നിൻ്റെ ശത്രു ആരാ? നീ തന്നെയാണ് നിൻ്റെ ശത്രു എന്നുള്ളതറിയുക. നമ്മുടെ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക്, ഉയർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്നത് പുറത്തുള്ള വ്യക്തികളല്ല, മറിച്ച് നമ്മിൽ തന്നെയുള്ള ഭയം നമ്മുടെ ഏറ്റവും വലിയ ശത്രുവാണ്. അപകർഷത, എന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളില്ല, എനിക്കൊരു കഴിവുമില്ല എന്ന നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് നമ്മുടെ ശത്രുവാണ്. എനിക്കാരുമില്ല, എനിക്കൊന്നുമില്ല, ഇപ്രകാരമുള്ള ചിന്തകൾ, ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു എന്ന് തിരിച്ചറിയുക. അതുകൊണ്ട് ശത്രുക്കളെ സ്നേഹിക്കുവിനെന്ന് വചനം പറയുമ്പോൾ പുറത്തുള്ളവരെ നിൻ്റെ ശത്രുവായിട്ട് നീ പരിഗണിക്കേണ്ട. നിൻ്റെ ഉള്ളിൽ തന്നെയാ നിൻ്റെ ശത്രുത, വിദ്വേഷം, അരിശം, കലിപ്പ്, ഇതൊക്കെ പുറത്തല്ല അകത്താണ് എന്നറിയുക. ഇതിനെയൊക്കെ ഇങ്ങനെ നീ സ്നേഹം കൊണ്ട് ഇങ്ങനെ കരുത്തുള്ളതാക്കാൻ പറ്റുമ്പോൾ ഇതൊക്കെ അലിഞ്ഞ് ഇല്ലാതെയാവും. അതിനെന്ത് വേണം? നീ നിന്നെ തന്നെ സ്നേഹിച്ച് തുടങ്ങണം. നമ്മൾ ഒരാളെ സ്നേഹിച്ച് തുടങ്ങിയാൽ പിന്നെ അയാളിലെ കുറവുകളൊന്നും നമ്മൾ പ്രൊജക്റ്റ് ചെയ്യില്ല. പിന്നെ നമുക്ക് കാണുന്നതൊക്കെ നന്മയായിട്ടുള്ളതും നല്ലതായിട്ടുള്ളതും ബ്ലെസ്സിങ്സുമായിട്ട് മാത്രമേ കാണൂ. അത്രത്തോളം നമ്മൾ ഒരാളെ സ്നേഹിച്ച് കഴിയുമ്പോൾ നമ്മൾ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, നമ്മൾ അയാളെ അനുഗ്രഹിക്കും, അയാൾക്ക് നന്മ ചെയ്യാൻ തയ്യാറാകും. അപ്പോൾ ഇത് 4 നിർദ്ദേശങ്ങൾ പറയുമ്പോൾ അടിസ്ഥാനപരമായിട്ടൊരൊറ്റ കാര്യമാണ്, നീ നിന്നെ സ്നേഹിച്ചു തുടങ്ങുക. അത് നിനക്ക് സാധ്യമായാൽ ബാക്കിയെല്ലാം ഇതിനോട് കണക്റ്റഡാണ്, ബാക്കിയെല്ലാം ഇതിനോട് ചേർന്നതാണ്. നീ നിന്നെ തന്നെ സ്നേഹിച്ചു തുടങ്ങുമ്പോൾ നീ നിന്നെ തന്നെ ഒരു അനുഗ്രഹമായിട്ട് കാണും. നീ നിനക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങും. നീ നിന്നെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു നന്മയുടെ ഉപകരണമാക്കി മാറ്റും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ 4 നിർദ്ദേശങ്ങൾ അത് പുറത്തുള്ളതല്ല, അകത്തുള്ളത് തന്നെയാണ്, നിനക്ക് വേണ്ടി തന്നെയാണ്. അതുകൊണ്ട് ഇന്നു മുതൽ നമ്മുടെ ജീവിതത്തിൻ്റെ ശത്രുക്കളെ നമ്മുടെ പുറത്തന്വേഷിക്കേണ്ട, എൻ്റെ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക് തടസ്സമായി ഞാൻ കാണുന്ന എൻ്റെ പരിമിതികളെ തിരിച്ചറിയാനും ആ പരിമിതികളെ പരിഹരിക്കാൻ തക്ക രീതിയിൽ ഞാൻ എന്നെ തന്നെ സ്നേഹിച്ചു തുടങ്ങണം. അതിൻ്റെ കാരണം എന്താ? ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ കുഞ്ഞാണ്. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ അമൂല്യനാണ്. എൻ്റെ പേരെൻ്റെ ദൈവം തൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ അത്രത്തോളം എൻ്റെ ദൈവത്തിന് ഇഷ്ടപ്പെട്ടവനാണെങ്കിൽ പിന്നെ ഞാൻ എന്നെ തന്നെ എന്തിനാ വെറുക്കുന്നേ? എന്നെ തന്നെ ഞാൻ എന്തിനാ കൊള്ളില്ല, ചീത്തയാ എന്നൊക്കെ കരുതി ഞാൻ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മെ തന്നെ സ്നേഹിച്ചു തുടങ്ങാം. അപ്പോൾ പരിമിതികളൊക്കെ നിറവായി, കൃപയായി,
അനുഗ്രഹമായി ഐശ്വര്യമായി മാറും.